ഹലോ മക്കളെ, പ്ലസ് ടു മാത്സിലെ എല്ലാവരുടെയും പേടി സ്വപ്നമാണ് ഇന്റഗ്രൽസ്. ഇന്റഗ്രൽസ് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് എല്ലാവർക്കും തന്നെ ഏറ്റവും അധികം പേടി. വേറെ ഒന്നും കൊണ്ടല്ല, ഓരോ ക്വസ്റ്റ്യനും ഓരോ ടൈപ്പാണ്. ഒരു ചോദ്യം പോലെയല്ല അടുത്ത ക്വസ്റ്റ്യൻ, അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, അങ്ങനെ വെവ്വേറെ ടൈപ്സ് ആണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ ഫുൾ കൺഫ്യൂഷൻ ആണ്. ഇനി കൺഫ്യൂഷൻ വേണ്ട. എന്താ കാരണം, ഈ കാണുന്ന വീഡിയോയിൽ നമ്മൾ ഏത് ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്, ആ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവരും പഠിച്ചുകൊണ്ട് എക്സാമിന് പോവുക. കാരണം ഈ ടൈപ്പ് ചോദ്യമായിരിക്കും എക്സാമിന് ഉണ്ടാവുക. വേറെ ഒന്നും തന്നെ എന്താണ് എക്സാമിന് ചോദിക്കില്ല. 100% പറയുന്നു. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിഫിക്കൽട്ട് ആണോ, ഈ കാണുന്ന വീഡിയോ കാണൂ, സബ്സ്റ്റിറ്റ്യൂഷൻ ഈസി ആക്കും. പിടിച്ചോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2x into sin of x square plus 1. നിങ്ങൾക്ക് ഇന്റഗ്രേഷനിൽ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും എന്ത് കിട്ടിയാലും എന്തായിക്കോട്ടെ ക്വസ്റ്റ്യൻ, ആദ്യമായിട്ട് ഏതൊരു വിദ്യാർത്ഥിയും ആലോചിക്കേണ്ടത് ഏതിൻ്റെങ്കിലും ഡെറിവേറ്റീവ് എവിടെങ്കിലും ഉണ്ടോ. എന്താ വേണ്ട, ഏതിൻ്റെങ്കിലും ഡെറിവേറ്റീവ് എവിടെങ്കിലും ഉണ്ടോ എന്നാണ് എല്ലാവരും ആദ്യമായിട്ട് നോക്കേണ്ടത്. ഇന്റഗ്രേഷന്റെ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും മനസ്സിലായി. ഇവിടുത്തെ എക്സ് സ്ക്വയർ പ്ലസ് 1 ഉണ്ട്. എന്താണ് അവന്റെ ഡെറിവേറ്റീവ്? എല്ലാവർക്കും അറിയാം, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. അതുകൊണ്ട് 1 എന്താണ്? 1 കോൺസ്റ്റന്റ് ആണ്. അവന്റെ ഡെറിവേറ്റീവ് 0. അതായത് ഈ പറയുന്ന എക്സ് സ്ക്വയർ പ്ലസ് 1നെ നമ്മൾ എന്ത് വിളിച്ചു? നമ്മൾ ടി എന്ന് പറഞ്ഞു വിളിച്ചു. ടി. അപ്പോൾ ഏതിന്റെ ഡെറിവേറ്റീവ് ആണുള്ളത്? ഇവന്റെ ഡെറിവേറ്റീവ് ആണുള്ളത്. അവനെ നമ്മൾ ടി എന്ന് പറഞ്ഞു വിളിക്കാം. ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ നമുക്കറിയാം 2x പ്ലസ് 1 കോൺസ്റ്റന്റ് ആണ്, അത് 0 ആയി പോയി. ഈക്വൽ ടു നമ്മൾ എടുക്കുന്നത് രണ്ട് ഭാഗത്തും ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അതായത് ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇറ്റ് ഈസ് സെയിം ആസ് dt by dx. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് dy by dx ആകുമ്പോൾ ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് dt by dx. ഞാൻ എന്ത് നേരെ തന്നെ എല്ലാ ക്വസ്റ്റിനും ഒരേപോലെയാണ്. ഈ dxനെ ഇപ്പുറം കൊണ്ടുപോകാം. ശ്രദ്ധിക്കുക, എല്ലാ ക്വസ്റ്റിനും ഒരേപോലെ തന്നെയാണ്. നിങ്ങൾ dt by dx എഴുതി ഈ കാണുന്ന dxനെ നേരെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. സോ 2x dx കിട്ടി ഈക്വൽ ടു dt. ആലോചിക്കുക, എവിടെയാണ് 2x dx? ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇവിടെ 2x ഉണ്ട്, ഇവിടെ dx ഉണ്ട്. 2x dx കമ്പൈൻ ചെയ്ത് കിട്ടി 2x dx. നമുക്കറിയാം 2x dx ഇറ്റ് ഈസ് നത്തിങ് ബട്ട് dt. 2x dx എന്ന് പറയുന്നത് dt ആണെന്ന് അറിയാം. ഞാൻ നേരെ ആ കാണുന്ന 2x dxനെ കമ്പൈൻ ചെയ്തുകൊണ്ട് dt എന്ന് പറഞ്ഞ് എഴുതി. ബാക്കി എന്തുണ്ട്? സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. എക്സ് സ്ക്വയർ പ്ലസ് 1 ഇറ്റ് ഈസ് സെയിം ആസ് ടി. സോ സൈൻ ടി ആണ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ സൈൻ ടി. ഇന്റഗ്രൽ സൈൻ ടി ഇറ്റ് ഈസ് സെയിം ആസ്, എല്ലാവർക്കും അറിയാം, അത് മൈനസ് കോസ് ടി ആണ്. സോ ദി ആൻസർ ഇസ് മൈനസ് കോസ് ടി പ്ലസ് സി. ആൻഡ് മൈനസ് കോസ് ഓഫ് ടി എന്താ? ടി എന്ന് പറയുന്നത് അത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ഓടിപ്പത് എഴുതി വെക്കുക, എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി. ഓക്കെ, സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കേട്ടോ. നെക്സ്റ്റ് വൺ, സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ആലോചിച്ചു, ഏതിൻ്റെങ്കിലും ഡെറിവേറ്റീവ് ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നും കൂടി മാറ്റി എഴുതാം. ഇന്റഗ്രൽ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. കുഴപ്പമൊന്നുമില്ല, കാരണം ബൈ എക്സ് സ്ക്വയർ ആണ്, ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അവൻ എന്താ, ഞാൻ എന്ത് എഴുതി? ഇൻറ്റു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എഴുതി. അതൊരു മാറ്റമില്ല, എല്ലാം സെയിം ആണ്. ഇവിടെ നിങ്ങൾക്ക് ഏതിൻ്റെങ്കിലും ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? കുറച്ചും കൂടി എളുപ്പത്തിൽ കാണാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ എഴുതുന്നത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ടാൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്, അവന്റെ ഡെറിവേറ്റീവ് ആണെന്ത്? 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ഉണ്ട്. നമ്മൾ നേരെ തന്നെ പോയിട്ട് ടാൻ ഇൻവേഴ്സ് എക്സിനെ ടി എന്ന് പറഞ്ഞു വിളിച്ചു. ടാൻ ഇൻവേഴ്സ് എക്സ് ടി ആയി കഴിഞ്ഞാൽ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. ഈ കാണുന്ന ഡി എക്സിന് ഇപ്പുറം കൊണ്ടുവന്നു. സോ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ഡി ടി. നോക്കി നോക്കല്ലേ, 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. കണ്ടോ? അതാരാ? അത് മറ്റാരുമല്ല, അത് എല്ലാവർക്കും തന്നെ മനസ്സിലായി, അത് ഡി ടി ആണ്. നേരെ പോയിട്ട് ഈ കാണുന്നവൻ എന്ത് വിളിച്ചു? അവനെ നമ്മൾ ഡി ടി എന്ന് പറഞ്ഞു വിളിച്ചു. സോ ഇവൻ ഡി ടി പോയി. ബാക്കി എന്തുണ്ട്? ബാക്കി നോക്കുമ്പോൾ സൈൻ ഉണ്ട് ആൻഡ് ടാൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്. എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സ്? ഇറ്റ് ഈസ് സെയിം ആസ് ടി. സോ ഇന്റഗ്രൽ സൈൻ ടി ഡി ടി. എന്താണ് മക്കളെ ഇന്റഗ്രൽ സൈൻ ടി? എല്ലാവർക്കും പറയാം, ഇറ്റ് ഈസ് സെയിം ആസ് മൈനസ് കോസ് ടി. എന്താ ടി? മൈനസ് കോസ് ഓഫ് ടി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ്. ഇത്ര മാത്രമാണ് ഈ ചോദ്യം വരുന്നത്. എല്ലാവർക്കും ഈ കാണുന്ന രണ്ട് ക്വസ്റ്റ്യൻ മനസ്സിലായി. മുന്നോട്ട് പോകുന്നു. നെക്സ്റ്റ് വൺ, 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ dx. ഒന്നും ഇങ്ങനെ ഓർക്കാം, താഴെ ആരുണ്ട്? 1 പ്ലസ് എക്സ് സ്ക്വയർ. താഴെ ഉള്ളവന് ഡെറിവേറ്റീവ് മേലെയുണ്ടോ? ഇത് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. താഴെ ഉള്ളവന് ഡെറിവേറ്റീവ് മേലെയുണ്ടോ? ഉണ്ട്.
1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എല്ലാവർക്കും അറിയാം, അത് 2x ആണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്തി, പുട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ടി. കണ്ടോ, ആരുടെ ഡെറിവേറ്റീവ് ആണുള്ളത് അവനെ നമ്മൾ ടി എന്ന് പറഞ്ഞ് വിളിക്കുക. ഞാൻ ടി കൊണ്ട് വിളിച്ചു. സോ 1 എന്താണ്, 1 കോൺസ്റ്റന്റ്, 0 എക്സ് സ്ക്വയറിന്റെ നമുക്ക് 2x ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. മക്കളെ എന്തായാലും ഡി എക്സ് ഇപ്പുറം വരണ്ടേ. ഞാൻ ലാസ്റ്റ് എന്ത് എഴുതി നോക്കിയാൽ ഡി ടി ബൈ ഡി എക്സ് ഉണ്ട്. ഇനി എല്ലാത്തിലും ഈ കാണുന്ന ഡി എക്സിന് ഇപ്പുറം കൊണ്ടുവരണം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ എന്താണ് ആദ്യമേ തന്നെ കൊണ്ടുവന്നു മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, ഈ ഡി എക്സ് ഇവിടെയാണ് എന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. അതെ ഇവിടെ ഉണ്ട് 2x dx, അതാണെന്ത് ഡി ടി. സോ 2x dx എവിടെ ഉണ്ട് നോക്കുമ്പോൾ മേലെ കിടക്കണ് ചുള്ളൻ അങ്ങനെ കണ്ട 2x dx. അദ്ദേഹം ആരാ, അദ്ദേഹം ഡി ടി ആണ്. ഡി ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇറ്റ് സെയിം ആസ് ടി. സോ ഇന്റഗ്രൽ 1 ബൈ ടി ഇറ്റ് സെയിം ആസ് ലോഗ് മോഡ് ടി പ്ലസ് ഇറ്റ് സെയിം ആസ് ലോഗ് മോഡ് ടി. എന്താ ടി എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ബസ്. ഓക്കെ, പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു എക്സ്ട്രാ ഫോർമാറ്റ് വേണമെങ്കിൽ പഠിച്ചിരിക്കാം, ഉപകാരപ്പെടും, പിടിച്ചോളൂ. ഇഫ് ഇന്റഗ്രൽസ് ഈസ് ഓഫ് ദി ഫോം എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതായത് താഴെയുള്ളവന്റെ ഡെറിവേറ്റീവ് മേലെ ഉണ്ടാവുക. താഴെയുള്ളവന്റെ ഡെറിവേറ്റീവ് മേലെ ഉണ്ടെങ്കിൽ ദി ഇന്റഗ്രൽ ഇസ് നത്തിങ് ബട്ട് ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. അതായത് ലോഗ് മോഡ് താഴെയുള്ളവൻ, ലോഗ് മോഡ് താഴെ ഉള്ളവൻ പ്ലസ് സി, അതാണ് ആൻസർ വരാം. അപ്പൊ എക്കാലം ഓർക്കാം, താഴെയുള്ളവന്റെ ഡെറിവേറ്റീവ് മേലെ ഉണ്ടെങ്കിൽ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി, ഇത്തരത്തിലായിരിക്കും ഈ ചോദ്യം ഉണ്ടാവാം, ഉത്തരം ഉണ്ടാവാം. ഇപ്പോൾ എന്ത് കിട്ടും, താഴെയുള്ളവന്റെ ഡെറിവേറ്റീവ് മേലെയുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 സ്റ്റെപ്പ് ആൻസർ ലോഗ് മോഡ് താഴെയുള്ളവൻ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി. സെയിം ആൻസർ ലോഗ് മോഡ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി, ലോഗ് മോഡ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഇതാണ് നമുക്ക് ഇവിടുത്തെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്. നെക്സ്റ്റ് ശ്രദ്ധിക്കുക എല്ലാവരും. ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്. ലോഗ് എക്സ് ഡെറിവേറ്റീവ് എല്ലാവർക്കും അറിയാം, അത് 1 ബൈ എക്സ് ആണ്. വേണമെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ചോദ്യം ഇങ്ങനെ എഴുതിക്കോളൂ, ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു 1 ബൈ എക്സ് ഡി എക്സ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, അത് 1 ബൈ എക്സ് ആണ്. 1 ബൈ എക്സ് ഞാൻ മനസ്സിലാലോചിച്ചു, ഡി എക്സ് അവിടെ ഉണ്ട്, ഇപ്പുറം കൊണ്ടുവന്നു. സോ ഡി എക്സ് ഞാൻ ഇവിടെ തന്നെ എഴുതിട്ടോ, ഈക്വൽ ഡി ടി. അതായത് ഡി ടി ബൈ ഡി എക്സ് ആയിരുന്നു, ഈ ഡി എക്സ് ഇപ്പുറം വന്നു കേട്ടോ. സോ 1 ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ഡി ടി. 1 ബൈ എക്സ് ഡി എക്സ് ഉണ്ടോ, എവിടെയുണ്ട്, അവനാരാ, അവൻ ഡി ടി ആണ്. മനസ്സിലായി, ഡി ടി. ഇന്റഗ്രൽ എന്താണ് ലോഗ് എക്സ് നമുക്കറിയാം, അത് ടി ആണെന്ന്. സോ ഇന്റഗ്രൽ ടി സ്ക്വയർ ഡി ടി. എന്താണ് ഇന്റഗ്രൽ ടി സ്ക്വയർ, ഇറ്റ് സെയിം ആസ് ടി ക്യൂബ് ബൈ 3 പ്ലസ് സി. എന്താ ടി, ടി എന്ന് പറയുന്ന മക്കളെ അത് ലോഗ് എക്സ് ആണ്. സോ ഓടിപ്പോയി എന്ത് എഴുതാ, ലോഗ് എക്സ് ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് സി. അവസാനിച്ചു. നെക്സ്റ്റ് വൺ നോക്കാം. ഇന്റഗ്രൽ എക്സ് ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ്. ആലോചിക്കാൻ എന്തിന്റെ ഡെറിവേറ്റീവ് ഉണ്ടോ നോക്കുമ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണെന്ന് അറിയാം, പക്ഷെ ഇവിടെ എക്സ് ഉള്ളൂ. 2ന് കുറവുണ്ട്, ഒന്നുകിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ മെത്തേഡ് കാണിച്ചു ഞാൻ എക്സ് സ്ക്വയറിനെ ടി എന്ന് വിളിക്കാം. ഇപ്പൊ എന്ത് കിട്ടും, 2x ഡി എക്സ് ഇപ്പുറം വന്നു, ഡി എക്സ് ഈക്വൽ ഡി ടി. എന്റെ ക്വസ്റ്റ്യനിൽ എനിക്ക് എന്താ എക്സ് ഡി എക്സേ ഉള്ളൂ, അല്ലാണ്ട് 2x ഡി എക്സ് ഇല്ല. എനിക്ക് എക്സ് ഡി എക്സ് മതി. ഈ പറയുന്ന എക്സ് ഡി എക്സ് ആണ് ആവശ്യം, 2 അധികം പറ്റാണ്. ഈ 2ന് നേരെ ഇപ്പുറം കൊണ്ടുവന്നു. സോ എക്സ് ഡി എക്സ് ഇറ്റ് ഇസ് സെയിം ആസ് ഡി ടി ബൈ 2. അപ്പോൾ എക്സ് ഡി എക്സ് നമ്മൾ എന്താ എഴുതാ, ഡി ടി ബൈ 2 എന്ന് എഴുതാ, ഡി ടി ബൈ 2 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് സ്ക്വയർ നമുക്കറിയാം ടി ആണെന്ന്, ഇ റേസ് ടു ടി ബൈ 2 ഉണ്ടല്ലോ, 1 ബൈ 2 പുറത്ത് എഴുതി. സോ 1 ബൈ 2 ടൈംസ് ഇന്റഗ്രൽ ഇ റേസ് ടു ടി. മക്കളെ എല്ലാവരും നോക്കാം, ഇവൻ മേലെ പോയി, ഇറ്റ് സെയിം ആസ് ഇ റേസ് ടു മൈനസ് ടി ഡി ടി. ഓക്കെ, താഴെ ഇ റേസ് ടു എക്സ് ആയിരുന്നു, ഇ റേസ് ടു ടി ആണ്. ആ കാണുന്ന ഇ റേസ് ടു ടി മേലെ പോകുമ്പോൾ ഇ റേസ് ടു മൈനസ് ടി ആയിട്ട് പോകുന്നുള്ള കാര്യം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. സോ ഇറ്റ് സെയിം ആസ് 1 ബൈ 2 ടൈംസ് ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു മൈനസ് ടി. ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്, ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു ടിയുടെയോ ഇ റേസ് ടു ടി. അപ്പൊ ഇ റേസ് ടു മൈനസ് ടിയുടെ അത് ഇ റേസ് ടു മൈനസ് ടി. കഴിഞ്ഞില്ല, ഒറ്റ കാര്യങ്ങളുണ്ട്. ഇന്റഗ്രേഷൻ പ്രത്യേകതയാണ്, എന്റെ കോഎഫിഷ്യന്റ് എക്സ് ആണെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ്, ടി ആണെങ്കിൽ ടിയുടെ കോഎഫിഷ്യന്റ്. കോഎഫിഷ്യന്റ് മീൻസ് മുമ്പിലുള്ള വില കേട്ടോ, മുമ്പിലുള്ള വില. ടിയുടെ മുമ്പിൽ ആരാ, അത് -1 ആണ്. സോ ഇന്റഗ്രേഷനിൽ നിർബന്ധമായിട്ടും
എൻ്റെ എക്സ് ഉണ്ടെങ്കിൽ എക്സിന്റെ മുമ്പിലെ വില കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടി ഉണ്ടെങ്കിൽ ടിയുടെ മുമ്പിലുള്ള വാല്യൂ ആരാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഡിവൈഡഡ് ബൈ -1 പ്ലസ് കഴിഞ്ഞു കേട്ടോ. ടി എന്ന് പറയുന്ന എല്ലാവരും മാറ്റി എഴുതുക, അത് x² ആണെന്ന്. സോ e റേസ് ടു മൈനസ് ആണ് കേട്ടോ, -1/2 e റേസ് ടു x² മൈനസ് അല്ലേ, ഒരു മൈനസ് ഉണ്ട്, -x² പ്ലസ്. സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട്. ഏതാ ഒരു ചോദിക്കുന്നത് 1 സ്റ്റെപ്പ് ആൻസർ ആണ്. ഇന്റഗ്രൽ e റേസ് ടു x പ്ലസ് 3 dx എന്താണ്? എന്ത് കിട്ടും? എക്സ്പോണൻഷ്യൽ ആയതുകൊണ്ട് ഇന്റഗ്രൽ യാതൊരു മാറ്റവുമില്ല, അവൻ തന്നെ 2x പ്ലസ് 3. കഴിഞ്ഞോ? ഇല്ല. എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ? എക്സിന്റെ മുമ്പിലുള്ള വില ആരാണ്? അത് 2 ആണെന്നറിയാം, അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇതാണ് എല്ലാവരും ഓർത്തിരിക്കേണ്ട ഇന്റഗ്രേഷന്റെ ഒരു സിമ്പിൾ സ്റ്റെപ്പാണ്. അത് ഇവിടെ മാത്രമല്ല, അതെല്ലായിടത്തും തന്നെ. അതെ, ചോദ്യം ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്റഗ്രൽ sin 2x അല്ലെങ്കിൽ cos 2x ഏതാ? dx. നമുക്കറിയാം കോസിന്റെ ഇന്റഗ്രൽ നമുക്കറിയാം സൈൻ ആണെന്ന് അറിയാം. ഇറ്റ് സെയിം ആസ് sin 2x. കഴിഞ്ഞു? ഇല്ല. എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണോ അതാരാ? അത് 2 ആണെന്ന് അറിയാം, അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ബൈ 2 പ്ലസ്. അപ്പോൾ ഇതെല്ലാവരും ഓർത്തിരിക്കേണ്ടത് നിർബന്ധമായിട്ടും. മുന്നോട്ട് പോകുന്നു. e റേസ് ടു tan ഇൻവേഴ്സ് x ഡിവൈഡഡ് ബൈ 1 പ്ലസ് x² ആയി. താഴെ 1 പ്ലസ് x² ഉണ്ട്, അത് ഏതിന്റെ ഡെറിവേറ്റീവ്? അത് tan ഇൻവേഴ്സ് x ഡെറിവേറ്റീവ് ആണ്. മുമ്പ് ചെയ്തിട്ട് നമ്മൾ ഇല്ലേ? അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ നേരെ തന്നെ tan ഇൻവേഴ്സ് x നെ t എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ tan ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് x² dx ഇറ്റ് ഈസ് സെയിം ആസ് dt. വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി വൃത്തിയിൽ എഴുതാം, കൈ എക്സ്ട്രാ അല്ല. e റേസ് ടു tan ഇൻവേഴ്സ് x ഇൻറ്റു 1/1 പ്ലസ് x² dx ഇങ്ങനെ എഴുതാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി 1/1 പ്ലസ് x² dx അതാരാ? അത് dt ആണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി. സോ ഇന്റഗ്രൽ e റേസ് ടു tan ഇൻവേഴ്സ് x t ആണെന്നറിയാം, e റേസ് ടു t dt. എന്താണ് ഇന്റഗ്രൽ e റേസ് ടു t? ഇറ്റ് സെയിം ആസ് e റേസ് ടു t പ്ലസ് c. അതായത് e റേസ് ടു t എന്താ? t എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് x ആണോ പ്ലസ് c. ദാറ്റ്സ് ഓൾ. ഇത്ര മാത്രമാണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ വരുന്നത്. മുന്നോട്ട് പോകുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ഒരു മനോഹരമായ ചോദ്യം എക്സാമിന് പണ്ട് ചോദിച്ചതാണ്. 1/x പ്ലസ് x log x ന്റെ ഇന്റഗ്രൽ എന്നാണ്. log x ന്റെ ഡെറിവേറ്റീവ് എല്ലാവർക്കും അറിയാം, അത് 1/x ആണ് അറിയാം. പക്ഷെ ഇവിടെ 1/x പ്ലസ് x log x എല്ലാത്തിലും x കോമൺ ഉള്ളതാണ് ഇല്ലേ? ഞാൻ എന്ത് ചെയ്ത്? ഞാൻ നേരെ തന്നെ എക്സിനെ കോമണെ പുറത്ത് എഴുതി. 1/x ഇൻറ്റു നോക്കി, ഇവിടെ നിന്ന് എക്സ് പോയി, ബാക്കി ഇവിടെ നിന്നുണ്ട് 1 പ്ലസ് ഇവിടെ നിന്നും എക്സ് പോയി, ബാക്കി ഇവിടെ നിന്നുണ്ട് log x. മക്കളെ, log x ന്റെ ഡെറിവേറ്റീവ് എല്ലാവർക്കും അറിയാം, അത് 1/x ആ. ഞാൻ എന്ത് ചെയ്തി? ഞാൻ log x നെ t എന്ന് വിളിച്ചു. അപ്പൊ ചോദിക്കും, മനുഷ്യരുടെ അവിടെ 1/x. ഇതേ മക്കളെ 1/x കണ്ട, 1/x കൂടെ ഒളിഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ log x നെ t എന്ന് പറഞ്ഞ് വിളിക്കാം. സോ 1/x dx എന്താ? അത് dt ആണ്. വേണമെങ്കിൽ ഒന്നും കൂടി മാറ്റി എഴുതാം ഇത്തരത്തിൽ. ഇന്റഗ്രൽ 1/1 പ്ലസ് log x ഇൻറ്റു നോക്കിയത് ബൈ എക്സ് അല്ലേ? ഈ കാണുന്ന ബൈ എക്സ് കേട്ടോ, 1/x നമുക്കറിയാം 1/x dx ഇറ്റ് ഈസ് സെയിം ആസ് dt ആണെന്ന്. സോ ഇന്റഗ്രൽ 1/1 പ്ലസ് log x t ആണ്. ഇന്റഗ്രൽ 1/1 പ്ലസ് t dt. log x ഇറ്റ് ഈസ് സെയിം ആസ് t. മക്കളെ, ഡിഗ്രി 1 ആണെങ്കിൽ, താഴെയുള്ളവന്റെ ഡിഗ്രി 1 ആണെങ്കിൽ ലോഗ് മോഡ് ആണെന്നറിയാം. ഇറ്റ് ഈസ് സെയിം ആസ് ലോഗ് മോഡ് 1 പ്ലസ് t പ്ലസ് c. ദാറ്റ്സ് ഓൾ. t എന്താ? t എന്ന് പറയുന്നത് log x ആണ്. സോ ഇറ്റ് ഈസ് സെയിം ആസ് ലോഗ് മോഡ് 1 പ്ലസ് log x പ്ലസ് c. ഇതാണ് ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. കോസ് ഓഫ് റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ്. ഈ കാണുന്ന ഭാഗത്തെ അവസാന ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത് കോസ് ഓഫ് log x ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ്. ഓക്കെ, കോസ് ഓഫ് റൂട്ട് എക്സ്. റൂട്ട് എക്സിന്റെ റേറ്റ് നമുക്കറിയാം 1/2 റൂട്ട് എക്സ് ആണ് അല്ലേ? അപ്പോൾ 2ന്റെ കുറവുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇന്റഗ്രൽ കോസ് റൂട്ട് എക്സ് ഇൻറ്റു 1/√x dx. ശരിയാണല്ലോ? സോ ഈ കാണുന്ന റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/2 റൂട്ട് എക്സാ. അയ്യോ, ഒരു ചെറിയ 2ന് കുറവുണ്ട്. വേണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? റൂട്ട് എക്സിനെ t എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലായി 1/2 റൂട്ട് എക്സ് dx എന്താ? dt ആണ്. സോ 1/2 റൂട്ട് എക്സ് നമുക്ക് ആവശ്യമില്ല, 1/√x dx മാത്രമേ ആവശ്യമുള്ളൂ.
അപ്പോൾ ആരോ അധികപ്പെട്ടുണ്ട്, അതാരാ? അത് ഈ പറയുന്ന 2 ആണ്. ആ 2 നമ്മൾ നേരെ അപ്പുറം കൊണ്ടുപോയി. സോ 1/√x dx the same as 2 dt. So ഇന്റഗ്രൽ കോസ് എഴുതി, √x it is same as നമുക്കറിയാം t ആണ്, ആൻഡ് 1/√x dx നമുക്കറിയാം അത് 2 dt ആണ്. ഈ കാണുന്ന 2-നെ നമ്മൾ നേരെ പുറത്ത് എഴുതിട്ടോ, ഓക്കെ, കോൺസ്റ്റന്റ് അല്ല പുറത്ത് എഴുതാൻ പറ്റും. കോസ് ടിയുടെ ഇന്റഗ്രൽ എല്ലാവർക്കും അറിയാം, ഇറ്റ് ഇസ് സെയിം ആസ് സൈൻ ടി പ്ലസ് സി. സോ 2 ടൈംസ് സൈൻ ടി എന്ന് പറയുന്നത് നമുക്ക് അത് √x ആണ്, സൈൻ √x പ്ലസ് സി. ഇത്ര മാത്രമാണ് ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ ഉത്തരം വരുന്നത്. എല്ലാവരും ഈ ചോദ്യം ഒറ്റയ്ക്ക് ചെയ്തു നോക്കാം. ഓക്കെ, നമ്മൾ മുമ്പ് ചെയ്ത ടൈപ്പിലെ ചോദ്യമാണ് ഈ പറയുന്നത്. എല്ലാവരും ഈ കാണുന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒന്ന് ഒറ്റയ്ക്ക് എല്ലാവരും ചെയ്തു നോക്കാം. ഇത് വളരെ സുഖമായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ചോദ്യമാണ് ഈ പറയുന്നത്. കാരണം 1 cos x അവൻ്റെ ഡെറിവേറ്റീവ് ആണെന്ന്, മൈനസ് സൈൻ എക്സ് അവൻ മാലിയുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ സ്റ്റെപ്സ് എല്ലാം മനസ്സിലായി കാണും. ഇവിടെ നമുക്ക് എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് എന്താണ് നമുക്ക് 1/√1 - x², അവൻ്റെ ഇവിടെ ഉണ്ട്. സോ ഈ കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് പഠിക്കൂ. ഇന്റഗ്രേഷനിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കംപ്ലീറ്റ് ക്വസ്റ്റ്യനും എക്സാമിന് ആൻസർ ചെയ്യും. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ് അഫ്നാസ് എ ഫ്രം സൈലന്റ് ലേണിംഗ്. എല്ലാവരും സൈലത്തിന്റെ എല്ലാ ലൈവും ഗംഭീരമായി കാണുക. വളരെ സുഖമായിട്ട് തന്നെ +2 ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്.